ഹായ് ഹലോ നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിമിക്രിയിലൂടെയും കോമഡി സ്കിറ്റിലൂടെയും നമ്മളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച ബിനു കമൽ എന്ന ബിനിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആക്ച്വലി ഈ ബിനിച്ചേട്ടൻ്റെ വൈഫാണ്. ചേച്ചി നമ്മളെ വിളിച്ച് പറഞ്ഞതാണ് ചേട്ടൻ ഒരു ചെറിയ പണി കൊടുക്കണം, നിങ്ങളൊന്ന് വരുമോ എന്ന്. ചേട്ടനോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കണ്ടറിയാം. ഒരുപാട് പേരെ പ്രാങ്ക് ഒക്കെ ചെയ്ത് പണി കൊടുത്തിട്ടുള്ള ആളല്ലേ, നമുക്കും ചേച്ചിയും കൂടെ ചേർന്ന് ചേട്ടനിട്ടൊരു പണിയും കൊടുക്കാം. ഓക്കെ, once again welcome to my choice പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു ഫൺ റൈഡ് തന്നെ ആയിരിക്കും. കാരണം തമാശകൾ ഒരുപാട് പറയുകയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇൻട്രോ ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ, വെൽക്കം ടു ദി ഷോ വൺസ് അഗൈൻ. വെൽക്കം വെൽക്കം. അയ്യോ, ചേട്ടൻ എനിക്ക് ഓർമ്മ വരുന്നത് തരികിട എന്ന് പറയുന്ന ഷോയിലൂടെ ഒരുപാട് പേരെ പ്രാങ്ക് ചെയ്യും. ഇപ്പോഴൊക്കെയാണ് പ്രാങ്ക് ഭയങ്കര, ഇപ്പൊ യൂട്യൂബ് തുറന്നാ പ്രാങ്കാ. പക്ഷെ അന്ന് ആരെങ്കിലും പറ്റിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ തരികിട കാണണമായിരുന്നു. ചേട്ടൻ അന്നാണ് ഞാൻ നോട്ട് ചെയ്യുന്നത്. സോ അത് തന്നെയായിരുന്നു ചേട്ടന്റെ ഫസ്റ്റ് പ്രോഗ്രാം. അതോ എങ്ങനെയായിരുന്നു? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അപ്പോ അത് ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് പിന്നെ LLBക്ക് പോകാനായിട്ട് പോയ സമയത്താണ്. വക്കീലല്ല, പോകാനായിട്ട് പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ TV പ്രോഗ്രാം ഒക്കെ. അപ്പോൾ അന്ന് ഞാൻ നാഷണൽ യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നറായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അന്ന് സൂര്യ TVയുടെ ഹെഡായി, അന്ന് പ്രോഗ്രാം ഹെഡായിരുന്ന സർഗോ വിജയരാജ് സാർ, ഇപ്പോഴും പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ സാറ് വിളിച്ചിട്ടാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് പോയത്. ചാനലിൽ പുള്ളിയുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പം അന്നൊരു ആള്, നമ്മുടെ ഒരു ആങ്കർ വന്നില്ല. അപ്പം അന്ന് ചെയ്ത് നോക്കാൻ സാറ് പറഞ്ഞിട്ട് തരികിട ചെയ്യായിരുന്നു അന്ന്. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റുകളും തരികിടയുടെ ആങ്കറിങ്ങായിട്ട് അങ്ങനെ കുറേ നാൾ, ഒരു 5 വർഷം സൂര്യയിലുണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് അപ്പൊ ഈ ഒരു രംഗത്തേക്ക് വന്നതാണോ? അല്ല, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനൊരു എനിക്ക് ക്യാമറയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനായിരുന്നു എപ്പോഴും ഇഷ്ടം. പക്ഷെ അന്ന് യാദൃശ്ചികമായിട്ട് ക്യാമറയുടെ മുന്നിലേക്ക് വന്നതാണ്. ഈ തരികിടയുടെ കഥ പറയുമ്പോൾ ഇവിടെയുള്ള ക്യാമറ ചേട്ടന്മാരൊക്കെ ഇടയ്ക്ക് പഴയ കഥകൾ പറയുന്നത്, അതായത് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്ന് ക്യാമറയെ കൂടെ നോക്കി ചിരിക്കും, ഇവർക്കൊക്കെ നല്ല അടി കിട്ടും എന്നൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടന് എത്ര സ്ഥലത്തുനിന്ന് അടി കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് അടി ഇഷ്ടംമാതിരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുമ്പോ അന്ന് പിന്നെ ഞാൻ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ വീട്ടില്, ഞാൻ സാധാരണ വീട്ടില് അന്ന് സൂര്യ TV വയ്ക്കാറില്ല പരമാവധി. അപ്പൊ ഈ വീട്ടിലന്ന് പശു ഉള്ളത് കൊണ്ട് പാല് വാങ്ങിക്കാനൊക്കെ വരുന്നവർ അമ്മയോട് ഇങ്ങനെ പറയും, ഇന്നലെ മോനെ നടുറോട്ടിൽ. അപ്പോഴമ്മയ്ക്ക് അത് ഭയങ്കര വിഷമം. അമ്മ പറഞ്ഞു, ഈ പരിപാടിക്ക് പോണ്ട, ഇത് നിർത്തിക്കോളാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയല്ല, ഈ പ്രോഗ്രാം ചെയ്യാൻ നമുക്കൊരു ഭയങ്കര, പ്രോഗ്രാമിലോട്ട് ഇറങ്ങിയ ശേഷം ഭയങ്കര ഹരമായിരുന്നു. ആ ഒരു പ്രോഗ്രാമിനോട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങളെല്ലാവരും, ഞാൻ സാബു പ്ലാങ്കവള എന്ന് പറയും, ഫ്രാൻസിസ് മേക്കപ്പ് മാൻ, ഫ്രാൻസിസ് അങ്ങനെ കുറച്ച് പേര്. പിന്നെ നമുക്ക് അന്ന് സൂര്യയിലെ കുറച്ച് ക്യാമറ ക്രൂ എന്ന് പറയുന്നത് ഇപ്പോഴവരില്ല എന്ന് തോന്നുന്നു. അവരെല്ലാം ഒരു കുടുംബം പോലെയായിരുന്നു ഈ തരികിട ഷൂട്ടിന് പോവുക. ഇനി കുറച്ചു നേരം ചേട്ടന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചിയിലേക്ക് കിടക്കുന്നു. ചേച്ചി, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൊക്കെ ചേട്ടനെ കണ്ടിട്ട് അപ്പൊ പേടി ഉണ്ടായിരുന്നു, എന്നെയും പ്രാങ്ക് ചെയ്ത് പറ്റിക്കുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനൊന്നും ഇല്ലായിരുന്നു. അത് അന്ന് എനിക്കന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തരികിട, അപ്പൊ എനിക്കത് വലുതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, കോമഡി സ്റ്റാർസ് കാണാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട്. ചേച്ചിയുടെ പ്രൊഫഷൻ എന്താണ്? ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്? ഏത് സബ്ജക്ട്? ഞാൻ സയൻസ്. ഓക്കെ. ചെറിയ കുട്ടികൾക്കാണോ അതോ? ഇപ്പൊ ഞാനിപ്പോ MGM ഇന്റർനാഷണൽ കിളിമാനൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ ക്ലാസ് ആയിട്ടില്ല, നീ അസിസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ശരി. പിള്ളേര് 2 പേര്, മക്കള് 2 പേര്. ശ്രീനിധി നേരത്തെ അവിടെ നിന്ന് ഒരാൾ ഓടിപ്പോയത് കണ്ടോ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടനെ കുറെ വർഷങ്ങൾ പുറകിലോട്ട് ഞങ്ങൾ അങ്ങ് കൊണ്ടുപോവാണ്. എന്തെങ്കിലും ഒരു 2 പൊടിക്കൈകൾ നമുക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും പഴയ ഓർമ്മകൾ പൊടി തട്ടി? അതിപ്പോൾ ഞാൻ ഈ മലയാള സിനിമാ താരങ്ങളെ അതൊന്നും എന്നെ കൊണ്ട് അനുകരിക്കാൻ അന്നേ പറ്റില്ല. ഞാൻ ഈ പിന്നെ പ്രകൃതിയിലെ ശബ്ദങ്ങൾ, പിന്നെ ഈ ഡൊണാൾഡ് ഡക്ക്, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ പഴയ മിമിക്രിയാണ്. അത് രസമല്ലേ? അതൊക്കെ ഇപ്പൊ ആക്ച്വലി കാണാനില്ല, ആരും പറഞ്ഞ് കേൾക്കൊന്നുമില്ല. ഇപ്പോഴും ഞാനിപ്പം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഴിഞ്ഞ വർഷം ജഡ്ജായിട്ട് പോയിരുന്നപ്പോൾ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബീറ്റ് ബോക്സ്. അന്ന് ബീറ്റ് ബോക്സ് ഒന്നും അത്ര പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമല്ല ഞാനൊക്കെ മത്സരിക്കുന്ന സമയത്ത്. അന്ന് മലയാള സിനിമാ താരങ്ങളുടെ നസീറിനെയും തിലകനെയും ഉമ്മറിനെയും അനുകരിക്കുന്ന
സമയത്താണ് നമ്മൾ ഇതുമായിട്ട് ചെല്ലുന്നത്. അന്നത് സെൻസേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര അതിനൊരു എല്ലാം കോമൺ ആയി. ഓക്കെ. നമുക്ക് വേണ്ടി 2 സാധനം. നമ്മുടെ ഈ പിന്നെ കാർട്ടൂൺ ചാനലാണ് കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിലെ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ചെയ്യാം. അതിൽ ഡൊണാൾഡ് ഡക്കിന്റെ ശബ്ദം. പിന്നെ ഈ നമ്മുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ മ്യൂസിക്, അതിൽ ബീറ്റ് ബോക്സ് വരുന്ന അത് ഇതിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. മൈക്കിലൊക്കെ വെച്ചാണ്. സൂപ്പർ, അടിപൊളി. മോൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ? അച്ഛന്റെ ഏത് നമ്പറാണ് മോൾക്ക് ഇഷ്ടം? ഇതേപോലെ ഇപ്പോ ചെയ്തില്ലേ മ്യൂസിക്. അത് തന്നെ വെസ്റ്റേൺ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണിച്ചു തരാൻ എനിക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ. അതിനിടയിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചായിരുന്നു. ഒരുപാട് മെഡലൊക്കെ തൂക്കിയിട്ടുണ്ട്. ആളൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലേ? ഏത് ബെൽറ്റാ? ബ്ലാക്ക് ബെൽറ്റ് എത്തിയിട്ടില്ല, ഇനി കുറച്ചുകൂടി ഉണ്ട്. ഓറഞ്ച് ബെൽറ്റ് ആണ്. ഓറഞ്ച് ബെൽറ്റ് ആണ്. അതെങ്ങനെയാ ചേട്ടൻ പറഞ്ഞതാണോ? കരാട്ടെ ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ കരാട്ടെ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടതാണോ? അല്ല, അയാളുടെ ഇഷ്ടങ്ങളാണ്. ക്രിയേറ്റീവായിട്ട് ഒരു ആർട്ട് ചെയ്യും, കരാട്ടെ ചെയ്യും, വരയ്ക്കും. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ബോട്ടിൽസ് ഒക്കെ ചെയ്താണ്ട് ഇതെല്ലാം ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തേക്കണം. സ്വന്തമായിട്ട് ചെയ്യുന്നത്. നൈസ്. അപ്പോൾ ചേട്ടാ, ഇനി വേറൊരു സർപ്രൈസിലേക്ക് ഞാനങ്ങ് കടക്കുകയാണ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ വന്നതിന് പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ചേട്ടന്റെ ഇന്റർവ്യൂ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ രീതി എന്ന് പറയുന്നത് ചേട്ടനെ കൊണ്ടൊരു പണി എടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്യമം എന്ന് പറയുന്നത്. അത് ചേച്ചി തീരുമാനിക്കണം. അത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് വെച്ചിട്ട് കട്ടിയുള്ള പണിയാണോ സിമ്പിൾ പണിയാണോ എന്നുള്ളതൊക്കെ ചേച്ചി ഇപ്പൊ പറയൂലേ ചേച്ചി? ഓക്കെ. അപ്പൊ ചേച്ചി എന്ത് പണിയാണ് നമുക്ക് ചേട്ടന് കൊടുക്കേണ്ടത്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ കുക്കിംഗ് എന്തെങ്കിലും കൊടുത്താലും പുള്ളി ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ വാഷിംഗ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ അയൺ ചെയ്യാനായാലും ഇത് ഒന്നും ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാം വൈഫിനെ വെച്ച് അനു അതെവിടെ, ഇതെവിടെ, എന്റെ വാച്ച് എവിടെ, ഇതെവിടെ, കുറച്ച് ഡ്രസ് എടുത്തിട്ട് അല്ല, ഡ്രസ് അലക്കാൻ പറഞ്ഞ എല്ലായിടത്തും ഇപ്പൊ മെഷീനിൽ ഇടും. ഡ്രസ് അയൺ ചെയ്യണം. ഡ്രസ് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് അത് ഒന്നെന്റെ സാരിയാണ്, പിന്നെ കുട്ടികളുടെ ഡ്രസ്. ചെറുതാ. ഹാപ്പി ആയല്ലോ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ടാസ്കിലേക്ക് കടക്കാം. ഇനി മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. ഇവിടെ അയൺ ബോക്സ് റെഡിയാണ്, ടേബിൾ റെഡിയാണ്, ചേട്ടനും റെഡിയാണ്. ആണല്ലോ അല്ലേ? അപ്പൊ ഇനി എന്താ നമുക്ക് വേണ്ടത്? തേക്കാനുള്ള കുറച്ച് തുണികൾ വേണം. ചേച്ചിയേ വരുന്നു. മന്ദം ചേച്ചി ഒരു ലോഡ് തുണികളുമായി വരുന്നുണ്ട്. ഇത് ഓർമ്മയുണ്ട്? ഇല്ലേ, എന്റെ ബർത്ത്ഡേക്ക് വാങ്ങി തന്ന സാരി. അതുകൊണ്ടാണ് ചീത്തയാക്കരുത്, എനിക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള സാരിയാണ്. അതുകൊണ്ടാണ് ഈ സാരി തന്നെ എടുത്തത്. സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട്. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഓരോന്നിലും ഒതുക്കി. അതിന് ചേട്ടൻ നന്ദി പറയണം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നന്ദിയുണ്ട്, കാരണം ഈ ഒരു ടാസ്ക് തന്നതിന്. അത് തന്നെ. അപ്പൊ എന്തായാലും ചേച്ചി കണ്ടറിയാം ഇത് എത്രത്തോളം വൃത്തിയോട് കൂടി ചേട്ടൻ തേച്ചും എനിക്ക് കയ്യിൽ തരുമെന്ന്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ചേച്ചിനെ വിളിക്കുന്നതായിരിക്കും. അതുവരെ ചേച്ചി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ ബൈ. എവിടുന്ന് തുടങ്ങണമെന്നാ? എന്തെങ്കിലും സാരി തേച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് സാരി തേക്കുന്നത്. ഓക്കെ.
അല്ല സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ ഇനി കണ്ടു ചിരിക്കാൻ ഒരു കാരണമായി. എങ്ങനെയുണ്ട് എൻ്റെ തേപ്പ്? നല്ല തേപ്പ്, തേക്കാൻ നല്ല കഴിവുണ്ടെന്ന് തോന്നുന്നു. ആളാണ്. ചേട്ടൻ നേരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിശേഷം മാത്രം ചേട്ടൻ വിഴുങ്ങി. അത് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പറയൂ. മലയാളത്തിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഇതിഹാസ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററുള്ള ഒരാളാണ് ചേട്ടൻ. ചേട്ടൻ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? കണ്ടന്റിൽ റൈറ്റർമാർ രണ്ടുപേരുണ്ട്, അതിന്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ. ഇനി എന്നാണ് ചേട്ടൻ്റെ കയ്യിൽ നിന്നും അത്തരത്തിലൊരു അടിപൊളി സിനിമ, വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ഞങ്ങൾക്ക് വരാം? വ്യത്യസ്തമായ കണ്ടന്റ് മാത്രമല്ല, ചേട്ടൻ്റെ ഒരു സിനിമ. എനിക്കൊരു സിനിമ ചെയ്യണമെന്നുണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. ആഗ്രഹിക്കാനേ പറ്റൂ. സിനിമ നമ്മളെ തേടി വരണം, നല്ലൊരു കഥയുണ്ടാവണം, നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടണം, എല്ലാം കൂടെ ഒത്തിരി നല്ല ആക്ടേഴ്സിനെ കിട്ടണം. നോക്കാം, എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ ആഗ്രഹം സഫലമാവട്ടെ. ആയോ? അതെ, ചേച്ചി അവിടെ നിന്ന് തലയിട്ട് നോക്കുന്നുണ്ട്. എന്തായി എന്നറിയാം, കത്തിയോ കരിഞ്ഞ മണം വരുന്നുണ്ടോ? സത്യത്തിൽ ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല അല്ലേ? ഇതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. തേച്ച സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും തേച്ചുകൊണ്ടിരിക്കാന്നല്ലാണ്ട് അപ്പുറം മറച്ചിട്ടില്ല ഇതുവരെ. സ്ഥലം വീണ്ടും മറിച്ചിടുമ്പോ വീണ്ടും ചുളു വരെയല്ലേ? ഇതൊക്കെ ഈ സാരിയൊക്കെ എനിക്ക് ഏത് സമയത്ത് നന്നായിട്ട് തേച്ചെന്ന് പറഞ്ഞാൽ മതി വരുമ്പോ. അയ്യോ, ഇത് ഞാനല്ല വിലയിരുത്തുന്നത്, ആണല്ലേ? ചേച്ചിയാണ് മാർക്കിടുന്ന ആൾ. അപ്പം അത് കഴിഞ്ഞു, ഇതിന്റെ കാര്യത്തിൽ ചേട്ടാ. അതെ, തേച്ചില്ലേലും കുഴപ്പമില്ല, വൃത്തിക്ക് മടക്കി വെക്കെങ്കിലും ഒന്ന് ചെയ്തോളൂ, ഒരു ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ. ആഹാ, ഒന്നേ ചേട്ടൻ അതുപോലെ ലാലേട്ടനൊക്കെ വേണ്ടിയിട്ട് കുറെ ഷോസും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ലാൽ സാറിന്റെ കൂടെ ഞാൻ ഒരുപാട് കുറച്ച് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് അദ്ദേഹത്തിന് 10-12ഓളം സ്ക്രിപ്റ്റ് ലാൽ സാറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റിൽ നടന്നത് മോഹൻലാൽ അറ്റ് 41, മോഹൻലാലും 41 കൂട്ടുകാരും. ഈ വിദേശ ഷോസിനൊക്കെ പോകുന്ന സമയത്ത് കുറെ എന്താ പറയാ രസകരമായിട്ടുള്ള കോമഡി ഇൻസിഡൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതായത് ബിഹൈൻഡ് ദ ക്യാമറ. ഇപ്പൊ അവിടെ ഭാഷ അറിയാത്തതിന്റെ പ്രശ്നങ്ങളായിരിക്കാം, എയർപോർട്ടിൽ ലഗേജ് പിടിച്ചു വെച്ച കഥകളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരേ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഈ പിന്നെ ജയന്റെ റോൾ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പം ഇവൻ തിരുമല ചന്ദ്രൻ എന്നാണ് പേര് പുള്ളിയുടെ. അപ്പൊ പുള്ളി സുരാജന്റെ കൂടെയൊക്കെ ഈ ജഗപുകുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അന്ന് ജയന് തോക്കൊക്കെ വേണമല്ലോ, തോക്കും ജയന്റെ പ്രത്യേക കോസ്റ്റ്യൂമല്ലേ, ഇതായിട്ടൊക്കെ വന്ന് ഇറങ്ങി അവിടെ ദുബായിൽ പിടിച്ചു എയർപോർട്ടിലാണ്. അപ്പൊ പറഞ്ഞു സാർ ഞാൻ പറയാ ഇംഗ്ലീഷ് നേരെ വണ്ണം അറിയാമെന്ന് വെച്ചാൽ അതറിയില്ല, അറബ് അറിയാമെന്ന് വെച്ചാൽ അതും അറിയില്ല. അവസാനം കാണിക്കാൻ പറഞ്ഞു. അപ്പം എല്ലാവരും നോക്കി നിൽക്കുക, പല രാജ്യത്തുള്ളവർ ഇങ്ങനെ നോക്കുമ്പോൾ ജയന്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഗ്ലാസ് ഒക്കെ വെച്ച് തോക്കായിരുന്നവർക്ക് സംശയം ഇവൻ തീവ്രവാദിയാണോ. പിന്നെ ഉള്ള രാജ്മോനും അങ്കിളിനും തൊട്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു തീർത്തു. എല്ലാം ഒരു 1.5 മണിക്കൂർ ഷോ എയർപോർട്ടിലുണ്ടായിരുന്നു. ജയനെ മൊത്തം കാണിച്ചിട്ട് അവർക്ക് മനസ്സിലായി. പിന്നെ അവിടെ നമ്മുടെ സ്പോൺസർമാരൊക്കെ വന്ന് ഇനി പുള്ളി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു വെറുതെ വിട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ബാക്കി കഥകൾ പറയുന്നതിന് മുമ്പ് എല്ലാം ഇവിടെ അല്ല ഇത് എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ അതിന്റെ ഒരു എല്ലാം ഒന്ന് ഭംഗിക്കിരിക്കട്ടെ വരുമ്പോ എല്ലാം വൃത്തിയിൽ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഡ്രസ്സൊക്കെ ചേട്ടൻ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ചേച്ചിയെ വിളിച്ചാലോ? ചേട്ടൻ തന്നെ വിളിച്ചു, എനിക്ക് വലിയൊരു ധൈര്യമില്ല. നന്നായിട്ട് തേച്ചു എന്നാണ് അമീൻ പറയുന്നത്. അമീന്റെ വീട്ടിൽ അവൻ ഇത്രയൊക്കെ തേക്കാറുള്ളൂ. അല്ല, ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോ ഇതെടുത്തിങ്ങനെ ആരുടെയോ കഥ പറഞ്ഞല്ലോ എയർപോർട്ടില്, അതിങ്ങനെ ഇവിടെ നിന്ന് എടുത്തിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ ഒരു നമ്മുടെ പുറത്തേക്ക് ഇട്ടോണ്ട് പോകുന്ന ഒരു സാധനം നന്നായിട്ട് തേക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞിട്ടുകൊണ്ട് പോയാൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് കണ്ടു
ഇത് നന്നായിട്ടിരിക്കുന്നു. ഇത് ഇത് ശങ്കരി ഇത് ഇട്ടോണ്ട് പുറത്ത് എങ്ങനെ പോകും? ഇപ്പോഴത്തെ നമ്മള് കാഷ്വൽ ആയിട്ട് ഇട്ടുകൊണ്ട് പോകുമ്പോ നമ്മള് തേച്ച് കല്യാണത്തിന് പോകുമ്പോ നമ്മളൊരു ഡ്രസ്സൊക്കെ തേച്ച്. അപ്പൊ ഇനി മുതൽ ഞാൻ ഷർട്ട് ഒന്നും തേച്ച് തരണ്ടേ? അങ്ങനെയല്ല, കല്യാണത്തിന് പോകുമ്പോ തേക്കണം, കല്യാണത്തിന് പോകാതെ വേറെ പോകുമ്പോ ഇങ്ങനെ അങ്ങ് തന്നാ മതി. എനിക്കതൊന്നും പ്രശ്നമല്ല. ഇതിനെ പറ്റിയാണ് എനിക്ക് അറിയേണ്ടത്. ആശിച്ച് മോഹിച്ച് ചേച്ചി കൊണ്ടുവന്നതാണ് ബർത്ത്ഡേക്ക്, ഓർത്തെടുത്ത് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റ് ഓർത്തെടുത്ത്. അതിന് എനിക്ക് തോന്നുന്നത് ഏവർക്ക് അറിയാമായിരുന്നു ഇതിന് റിസൾട്ട് കിട്ടില്ല എന്ന്. ഞാനൊരു കാര്യം പറയാം, എന്റെ വൈഫാണെങ്കിലും ഇതിന് റിസൾട്ട് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് ഏറ്റവും കൂറ ഒരു സാരി എടുത്ത് തന്നിരിക്കുന്നു. ചേട്ടൻ വാങ്ങി തന്ന സാരി അല്ല, ഇത് എത്ര വർഷം ഇത് എന്നോട് പറഞ്ഞു ഭയങ്കര കോസ്റ്റ്ലിയാന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിപ്പം നമ്മള് ഇങ്ങനത്തെ വർഷങ്ങൾക്ക് മുമ്പ് വർഷമൊന്നുമല്ല, 2 വർഷം കൊണ്ടായിട്ടേ ഉള്ളൂ. ഇത് 2 വർഷമായെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നോക്കി, ഇത് 2 3 വർഷം. ഇല്ല കൊള്ളാം. റിസൾട്ട് പറയണം. റിസൾട്ട് ഈ സാരി കൂറയാന്ന് പറഞ്ഞതുപോലെ കൂറ റിസൾട്ട് എനിക്ക് പറയാൻ പറ്റും. 10ൽ എത്ര മാർക്ക് കൊടുക്കും? ഒരു 9.5. ഇതിനൊരു 2.5-3 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം സാരിക്ക്. അത് മൊത്തത്തിൽ ശോകം. അപ്പൊ ചേച്ചി എന്തായാലും ഇതിൽ 10ൽ 2.5 മാർക്ക് നൽകിയുള്ളൂ. ചേട്ടൻ ചേച്ചിക്ക് എത്ര മാർക്ക് നൽകും നമുക്ക് കണ്ടറിയാം. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്ക് അറിയാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു അടിപൊളി ട്രീറ്റും നമ്മുടെ ചേട്ടനും ചേച്ചിക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ട്രീറ്റ് കിട്ടണമെങ്കിൽ ചേച്ചി ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കണം. എങ്ങനെയെങ്കിലും നല്ല ഒരു കോമ്പറ്റീഷൻ തന്നെ. ഇവിടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ആയിട്ട് നിൽക്കുന്നു. ചേച്ചി ഇതൊരു വെല്ലുവിളി ഏറ്റെടുക്കേണ്ട സമയമാണ്. ചേച്ചി 10ൽ എത്ര കോൺഫിഡന്റ് ആണ്? ഒരു 8%. അത് 80% വിജയിക്കും എന്നുള്ളൊരു ഒരു എന്താ പറയാ, ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇരിക്കുകയാണ് ചേച്ചി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോന്ന് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്താണ്? ബോൾ. ഇതൊരു പാത്രം. ഇതെന്താണ്? ഡ്രയർ അല്ലേ? ഇതെന്താണ്? ഹെയർ ഡ്രയർ അല്ലേ? ഹെയർ ഡ്രയർ. വേറെ 2 സാധനങ്ങളുണ്ട്. ഇതെന്താണ്? ഇത് മറ്റേ ഈ ചൈനയിലൊക്കെ ചോപ്സ്റ്റിക് ഭക്ഷണം കഴിക്കൂലേ, ആ സാധനമാണ് ഇത്. അപ്പൊ ഇത് വെച്ചിട്ട് ഗെയിം എങ്ങനെ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹെയർ ഡ്രയർ എടുക്കണം, ഒരു ബോളും കയ്യിലെടുക്കണം. ഈ ബോള് ഇതിന്റെ അറ്റത്ത് ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഓണായല്ലോ. ഓണായിട്ട് ഈ ആകാശത്ത് പറന്ന് നടക്കുന്ന ഈ ബോൾ നമ്മൾ ഈ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഓളത്തിൽ ചേച്ചി അങ്ങ് പിടിക്കണം. ഓക്കെ, എനിക്കിത് വലിയ ഞാൻ ചൈനീസ് ഫുഡൊന്നും കഴിക്കാത്തവരാണോ. ചേച്ചി നന്നായിട്ട് ഫുഡ് കഴിക്കും എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ. ചേച്ചിയുടെ ഓരോ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി കാതോർത്ത് കണ്ണോർത്ത് ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, കണ്ണ് തുറന്ന് പിടിച്ച് ഇരിപ്പുണ്ട്. അപ്പൊ ചേച്ചി ഒരു ഫ്ലോയും വരുത്തരുത്. ഓക്കെ, ഫ്ലോലെസ് ആയിരിക്കണം കംപ്ലീറ്റ്. ഇത് പിടിച്ചോളൂ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ ഒരു ടൈമറും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ടൈമറിൽ വെറും 1 മിനിറ്റ് മാത്രമേ ചേച്ചിക്ക് സമയമുള്ളൂ. അതിനകത്ത് ഈ സാധനം ഇവിടെ വെക്കുന്നു, പിടിക്കുന്നു, ഇതിനകത്ത് ഇടുന്നു. ദാറ്റ്സ് ഇറ്റ്, ഫ്ലാറ്റ്. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പൊ ഇത് യൂസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചേട്ടനും തേക്കാനൊന്നും അറിയാൻ പാടില്ലായിരുന്നല്ലോ. ചേട്ടൻ തേച്ചില്ലല്ലോ. ഓക്കെ, എനിക്കിത് വിജയിച്ചേ പറ്റുന്നാണോ? ശരി, അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ റെഡിയാണ്. ചേച്ചി ഗെയിം കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് നിന്നോളൂ. ചേച്ചി എല്ലാം സെറ്റാണ്. ഇപ്പൊ തന്നെ ഓൺ ചെയ്യരുത്. ടൈമർ ഇടട്ടെ? ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. പോട്ടെ. ബോള് പറക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ചേച്ചി ഓയ്യോ ഓയ്. ചേച്ചി 33 സെക്കൻഡായി. 40 സെക്കൻഡ്. 45 സെക്കൻഡ്. ഇല്ല, പോട്ടെ, അടുത്തെടുക്ക്. 52 സെക്കൻഡ്. 5, 4, 3, 2, 1. That's it. Stop. ചേച്ചി കിട്ടിയില്ല, ജസ്റ്റ് മിസ്. വല്ലപ്പോഴും ചേട്ടന്റെ കൂടെ ചൈനീസ് ഫുഡൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ, ജാപ്പനീസ് ചൈനീസ് ഫുഡൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ചേച്ചി അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കണം, നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റ് ഒക്കെ വേണ്ടേ? അതിനെല്ലാം മുമ്പായിട്ട് ഗിഫ്റ്റോടൊപ്പം തന്നെ നമുക്ക് ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കണം. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ ചേട്ടാ, എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഇത് നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ. ഞാൻ പിന്നെ വിചാരിച്ചത് ഇവളുടെ അടുത്ത ബർത്ത്ഡേക്ക്
എന്തായാലും ഒരു ടൂർ നമ്മൾ ഇതുവരെയും പുറത്തൊന്നും ടൂർ പോയിട്ട് വിദേശ രാഷ്ട്രങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഒരു ലോണെങ്കിലും എടുത്ത് ചൈനയിൽ ഒരു ടൂർ പോകണമെന്ന് വിചാരിച്ചു. നിസാര ഒരു ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ബാൾ പിടിക്കാൻ അവിടെ കൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കും. അപ്പൊ ഇനിയിപ്പം നമുക്ക് പുഞ്ചക്കരി ഷാപ്പിലെ കിഴങ്ങും മീനും തന്നെ ലാസ്റ്റ്. ഒന്ന് പിടിച്ച് കാണിക്കുക. ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് തേക്കാനോ അങ്ങനെ ഞാൻ ഫിസിക്കലി ഇച്ചിരി ബാക്കിലോട്ടാണ്. ഗണപതിക്ക് തേങ്ങ അടിക്കാതെ നേർച്ചയിട്ടത് ഞാൻ ചേട്ടൻ സത്യത്തിൽ എന്തെങ്കിലും കൂട്ടോത്രം ചെയ്താണ്. കാരണം ചേച്ചി ഇങ്ങനെ പിടിച്ചില്ലാന്ന് അത് വീണു. അറിയാതെ ഇത് പൊളിയും നമുക്ക് അറിയാമല്ലോ. പിന്നെ കൂടോത്ര. അപ്പൊ ചേച്ചി വിഷമിക്കേണ്ട, ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ റെഡിയാണ്. ആദ്യം തന്നെ ചേച്ചിക്ക് ഞങ്ങൾ തരുന്നു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു അടിപൊളി സമ്മാനം. മൈ ചോയ്സ് പുട്ട്, നാലാളറിയുന്ന പുട്ട്. അടുത്തതായി വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ റൂക്ക അതിഥിയുടെ ബേക്കറി പ്രോഡക്ട്സുകൾ തന്നെയാണ് വിശ്വസനീയം. റൂക്ക അതിഥിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. മോസ്റ്റ് കൺസ്യൂമേഴ്സ് പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്കിന്റെ നല്ലൊരു അടിപൊളി പുഡിംഗ് കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. Till then, it's me Amin signing off from My Choice Puttupudi and Spices Fun Family. Bye.